27-ാം തീയതി 28-ാം തീയതി അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയാണ് നമ്മുടെ അടുപ്പട്ടി പള്ളി പെരുന്നാൾ. അപ്പോൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങൾ എത്രയായി എന്നുള്ളത് കാണാൻ വേണ്ടി വന്നതാണ്. ഇന്നിവിടെ ചെറിയൊരു മിനി പെരുന്നാളൊക്കെ നടക്കുന്നുണ്ട്. വൈകിട്ടാണ് മിനി പെരുന്നാൾ ഉള്ളത്. അപ്പോൾ മിനി പെരുന്നാളിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വൈകുന്നേരം ഒന്നുകൂടി വരണം. ഞാനിതൊരു ഉച്ച നേരത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ആനകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ബാരിക്കേഡ് എല്ലാ സാധനങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം സ്ഥലം അവർ ആനകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് ഇത്രയധികം വീതിയിലൊന്നും ആനകളെ നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നില്ല. ഈ ഒരു മൂലയ്ക്കിൽ മാത്രമാണ് ആനകളെ നിർത്തിയിരുന്നത്. കൂടുതൽ സ്ഥലങ്ങളും കാണികൾക്ക് നിൽക്കാൻ സ്ഥലങ്ങളായിരുന്നു. ഇപ്പോൾ ആനകൾക്ക് കുറച്ച് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ. കാരണം ആനകളുടെ ഭാഗത്ത് നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ആനകൾക്ക് നിൽക്കണം, അതേപോലെ പാപ്പന്മാർക്ക് നിൽക്കണം. അതുകൊണ്ടായിരിക്കണം ഇവിടെ പള്ളിയുടെ മുന്നിലേക്ക് കയറിയപ്പോൾ അവിടെ പള്ളിയുടെ പെരുന്നാളിൻ്റെ കൊടി ഉയർത്തിയതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ തന്നെ കുറേ കച്ചവടക്കാർ അവിടെ വന്ന് സ്ഥാനമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലെക്സിൽ ആനേനെ കൂട്ടിയെഴുന്നേൽപ്പിനുള്ള ആ ഒരു നടപടിക്രമങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ കുറച്ച് നിയമങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. ഇവിടെ മൊത്തത്തിൽ ഇപ്പോൾ തന്നെ ഒരു പെരുന്നാൾ മൂഡ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ നട്ടുച്ചയായ കാരണമാണ് ആരെയും കാണാത്തത്. കുറച്ചും കൂടിയും വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചൂടൊന്നും ആറി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെല്ലാവരും മൊത്തത്തിൽ എന്താ പറയുക, നല്ല വൈബായിട്ട് പുറത്തിറങ്ങി നടക്കുന്നുണ്ടായിരിക്കും. അതേപോലെ നല്ല മേളങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ കുറേ ആനകൾക്ക് വേണ്ടിയിട്ട് പനമ്പട്ടകൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അവിടെ ഓരോ മരത്തിൻ്റെ അടിയിലും പനമ്പട്ടകൾ ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അവരുടെ പന്തലുകളുടെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാല ബൾബൊക്കെ രണ്ട് സൈഡിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. പല ആനകളുടെ ഫ്ലക്സൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു. ഇവിടെ അങ്ങനെ പുതുപ്പള്ളി സാധുവിൻ്റെ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റിയിൽ നിന്ന് പുതുപ്പള്ളി സാധു ആയിരിക്കണം. ഇനി ഇവിടെ നിന്ന് ഞാൻ നേരെ പള്ളിയുടെ അവിടേക്ക് കയറുകയാണ്. ഈ പള്ളി നമ്മുടെ അടുപ്പട്ടി പള്ളി ഒരു കുന്നത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ നിന്ന് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ പള്ളിയുടെ ഒരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആകെ പുതുപ്പള്ളി സാധുവിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ശരണയ്യപ്പൻ ആനയുടെയും ഫ്ലക്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ വേറെ ഒരുപാട് ആനകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. 50 ആനകളും വരുന്ന ഒരു പെരുന്നാളാണ് നമ്മുടെ അടുപ്പട്ടി പള്ളി പെരുന്നാൾ. കുന്നംകുളത്ത് ഏറ്റവും കൂടുതൽ ആനകൾ വരുന്ന ഒരു പെരുന്നാളും കൂടിയാണ് അടുപ്പട്ടി പള്ളി പെരുന്നാൾ. പിന്നെ നമ്മുടെ പഴഞ്ഞി പള്ളി പെരുന്നാളിന് അത്യാവശ്യം ആനകളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു 2 പെരുന്നാളിൽ തന്നെയാണ് കൂടുതൽ ആനകളും പങ്കെടുക്കുന്നത്. നമ്മുടെ മരത്തങ്കോട് പള്ളി പെരുന്നാളിലും നമ്മുടെ മെയിൻ റോഡ് പള്ളി പെരുന്നാളിലും ഇത്രയ്ക്കധികം ആനകളില്ലാന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ ആനകൾക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇവിടെ ചേട്ടന്മാർ വണ്ടിയിൽ ആനയ്ക്കുള്ള പനമ്പട്ട കൊണ്ടുവന്ന് നോക്കി. ഇത് ചിലപ്പോൾ ആനപ്പാപ്പന്മാരായിരിക്കും, എന്തായാലും കുഴപ്പമില്ല. ആനയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനും പട്ടയ്ക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് കുന്നംകുളം.